രാവേറെ ചെന്നിരിക്കുന്നു. തെക്കേക്കളം തറവാട്ടിലെ പഴയ ക്ലോക്കിൽ 12 വട്ടം മണി മുഴങ്ങിയിട്ട് നേരം കുറച്ചായി. തറവാട്ടിൽ സർവരും നല്ല ഉറക്കത്തിലായിരുന്നു. മീനാക്ഷിയുടെ മുറിയിൽ തന്നെയാണ് ജയലക്ഷ്മിയും. അവളും ഉറക്കത്തിലായിരുന്നു. ഏതോ ഒരു സ്വപ്നം കണ്ട് കിടക്കുകയായിരുന്ന മീനാക്ഷിയുടെ മുഖത്ത് ആ മയക്കത്തിലും ഭാവഭേദങ്ങൾ ഉണ്ടാകുന്നുണ്ടായിരുന്നു. അവൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. മീനാക്ഷി അപ്പോൾ കണ്ട സ്വപ്നത്തിൽ ദേശീയപാതയിലൂടെ ഒരു കാർ പാഞ്ഞുകൊണ്ടിരുന്നു. ആ കാറിനുള്ളിലെ സഞ്ചാരികളെയും അവൾ വ്യക്തമായി കാണുന്നുണ്ടായിരുന്നു. വളരെ വേണ്ടപ്പെട്ട ആരോ ആയിരുന്നു ആ കാറിനുള്ളിലെന്ന് വ്യക്തം. കാറിൻ്റെ പിൻസീറ്റിൽ ചാരിയിരുന്നുറങ്ങുന്ന ഖദർദാരിയായ നേതാവിനെ അവൾക്ക് നന്നായി അറിയാം. പ്രായേണ വിജനമായ ഹൈവേയിലൂടെ ഓടിയ കാർ തലസ്ഥാനത്തോടടുക്കുകയായിരുന്നു. ആ സ്വപ്നത്തിൻ്റെ തുടക്കം മുതൽ അവൾ കണ്ടത് ആ കാർ മാത്രമാണ്. പൊടുന്നനെ മീനാക്ഷി ഞെട്ടി ഉണർന്നു. അവളാകെ വിയർത്തിരുന്നു. എണീറ്റു ചെന്ന് തിടുക്കത്തിൽ ലൈറ്റിട്ടു. വെളിച്ചം കണ്ട് ജയലക്ഷ്മിയും ഉണർന്നു. എന്താ നീ എന്തിനാ ലൈറ്റിട്ടത്? ഉറക്കം മുറിഞ്ഞ ഈർഷ്യയോടെ ജയലക്ഷ്മി ചോദിച്ചു. ചേച്ചി കൂടി എണീറ്റു വരൂ. എനിക്കിപ്പോൾ തന്നെ മുത്തച്ഛനെ കാണണം. മുത്തച്ഛനോടൊരു കാര്യം പറയണം. അല്ലെങ്കിൽ അത് വലിയ കുഴപ്പമാകും. അസ്വസ്ഥതയോടെ മുറിയിൽ നടക്കുകയാണ് മീനാക്ഷി. ജയലക്ഷ്മി ആ ഉറക്കപ്പിച്ചിലും ചിരിച്ചുപോയി. നീ അവിടെ എങ്ങാനും കിടന്നുറങ്ങാൻ നോക്ക് പെണ്ണേ. മുത്തച്ഛൻ നല്ല ഉറക്കമായിട്ടുണ്ടാവും. അല്ലെങ്കിൽ തന്നെ വല്ലതും പറയാനുണ്ടെങ്കിൽ അത് നേരം വെളുത്തിട്ടാകാം. ഒന്ന് വാ ചേച്ചി, ഇപ്പോൾ തന്നെ മുത്തച്ഛനെ അറിയിക്കേണ്ട കാര്യമാണ്. അവൾ ഒരുതരം പിടിവാശിയിൽ തന്നെയായിരുന്നു. മീനാക്ഷിയുടെ സ്വഭാവം നന്നായി അറിയാവുന്ന ജയലക്ഷ്മി പിന്നെ ഒന്നും പറയാൻ നിന്നില്ല. എണീറ്റു ചെന്നില്ലെങ്കിൽ നേരം വെളുക്കുവോളം മുറിയിൽ ലൈറ്റിട്ട് അവൾ തന്നെ ഉറക്കില്ല. ഈ പെണ്ണിൻ്റെ ഒരു ഭ്രാന്ത്. അങ്ങനെ പിറുപിറുത്തുകൊണ്ടാണ് അവൾ എണീറ്റത്. മീനാക്ഷി അത് കേട്ടില്ല. വാതിൽ തുറന്ന് ഇടനാഴിയിലൂടെ ഗോവിന്ദമേനോന്റെ മുറിക്കു നേരെ പായുകയായിരുന്നു മീനാക്ഷി. വാതിലിൽ ഉറക്കെ ഇടിച്ചുകൊണ്ട് അവൾ വിളിച്ചു. മുത്തച്ഛ, വാതിൽ തുറന്നേ, ഒന്ന് വേഗം തുറന്നേ. അർദ്ധമയക്കത്തിൽ കിടന്നിരുന്ന ഗോവിന്ദമേനോൻ ചാടിപ്പടഞ്ഞെണീറ്റു. മീനാക്ഷിയുടെ ശബ്ദം ആദ്യം തന്നെ അദ്ദേഹം കേട്ടിരുന്നു. അല്ലെങ്കിലും ഈയിടെയായി ഉറക്കം കമ്മിയാണ്. കിടന്നാലുടൻ ഓരോരോ ആലോചനകൾ വന്നു കയറുകയായി മനസ്സിലേക്ക്. ഓരോന്നോർത്തു കിടന്ന് പാതിരാവൊക്കെ കഴിയുമ്പോൾ ഒന്ന് മയങ്ങാൻ കഴിഞ്ഞെങ്കിലായി. അതും ചില ദിവസങ്ങളിൽ പറ്റാറില്ല. ഗോവിന്ദമേനോൻ മുറിയിൽ ലൈറ്റിട്ട് വാതിൽ തുറന്നു. മീനാക്ഷി മുറിയിലേക്ക് ഓടിക്കയറി. എന്താ മോളെ, എന്താ വേണ്ടതിപ്പോ? മുത്തച്ഛ, മുത്തച്ഛൻ്റെ സുഹൃത്തില്ലേ മന്ത്രി നാരായണ മേനോൻ? ഇപ്പൊ നീ എന്തിനാ മേനോനെ തിരക്കുന്നത്? മേനോൻ ഇവിടെ വരുമ്പോൾ നിന്നോടും വർത്തമാനം പറഞ്ഞിട്ടല്ലേ പോകാറുള്ളൂ. കഴിഞ്ഞ ആഴ്ചയും ഇവിടെ വന്നിരുന്നില്ലേ? പിന്നെയും എന്തേ ഇപ്പോഴിങ്ങനെയൊരു ചോദ്യം? എങ്കിൽ അദ്ദേഹം ഒരു വലിയ അപകടത്തിൽപ്പെടാൻ പോവുകയാണ്. അതിനു മുൻപ് എങ്ങനെയെങ്കിലും വിവരം അദ്ദേഹത്തെ ധരിപ്പിക്കാൻ പറ്റുമോ? ഗോവിന്ദമേനോൻ ഒന്ന് ഞെട്ടി. നീ എന്താ മോളെ ഈ പറയുന്നേ? അതെ മുത്തച്ഛ, അദ്ദേഹം ഇപ്പോൾ ഹൈവേയിലൂടെ കാർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തികച്ചും അനൗദ്യോഗികമായ യാത്ര. എസ്കോട്ടോ മറ്റു പരിവാരങ്ങളോ ഒപ്പമില്ല. ആ യാത്ര അപകടത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഗോവിന്ദമേനോൻ അവളെ തുറിച്ചു നോക്കി. നമ്മളിപ്പോൾ എന്തു ചെയ്യും? എങ്ങനെയും അദ്ദേഹത്തിന് വിവരം നൽകണം. അല്ലെങ്കിൽ അദ്ദേഹത്തെ അറിയിക്കാനുള്ള കേന്ദ്രങ്ങളിൽ എവിടെയെങ്കിലും അറിയിക്കണം. കഴിഞ്ഞു പോകുന്ന ഓരോ വിനാഴികകളും അപകടത്തിൻ്റെതാണ്. വിദൂരതയിൽ എവിടെയോ നോക്കിക്കൊണ്ട് ആ രംഗം നേരിൽ കാണും പോലെയാണ് മീനാക്ഷി പറഞ്ഞുകൊണ്ടിരുന്നത്. ആർക്കും വിശ്വാസമാകുന്നില്ലെങ്കിലും മീനാക്ഷിയെ ഗോവിന്ദമേനോന് നല്ല വിശ്വാസമായിരുന്നു. അവൾ പറയുന്നത് എന്തൊക്കെയായാലും അതനുസരിക്കേണ്ടതാണെന്നൊരു തോന്നലും ഈ ഇടയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഹെഡ് മാസ്റ്റർ വന്ന് അവളോട് മാപ്പ് ചോദിച്ചു പോയതിനു ശേഷം ആ വിശ്വാസം രൂഢമൂലമായിട്ടേയുള്ളൂ. ഒന്നും ആലോചിക്കാനില്ല മുത്തച്ഛ. വിളിക്ക്,
ഇപ്പോൾ തന്നെ ആരെങ്കിലും വിളിച്ച് വിവരം പറയും. മീനാക്ഷി ഒരേ ഒരു ശാഠ്യവുമായി നിൽക്കുകയാണ്. അവളുടെ മുറിയിലും അച്ഛൻ്റെ മുറിയിലും ലൈറ്റ് കണ്ട് കൃഷ്ണനുണ്ണി മേനോനും അപ്പോഴേക്കും പുറത്തിറങ്ങി വന്നു. നിമിഷങ്ങൾ കഴിയും തോറും മീനാക്ഷിയുടെ അസ്വസ്ഥത വർദ്ധിച്ചു. അവൾ കൈവിരലുകൾ ഞൊട്ട പൊട്ടിക്കുന്നു, ചുറ്റും നോക്കുന്നു. ഒടുവിൽ ഏതോ ഒരു ഭീകരരംഗം മുന്നിൽ കണ്ടിട്ടെന്നോണം നിലവിളിയോടെ മുഖം പൊത്തി മുത്തച്ഛൻ്റെ കട്ടിലേക്ക് ഇരുന്നു. ഗോവിന്ദമേനോൻ തിരുവനന്തപുരത്തേക്കും തൃശ്ശൂരിലേക്കും പിന്നെ നാരായണമേനോൻ്റെ മകളുടെ വീട്ടിലേക്കുമൊക്കെ ഫോൺ ചെയ്യാൻ പണിപെടുകയായിരുന്നു. ഫോണുകളിലെല്ലാം എൻഗേജ് ടോൺ ആയിരുന്നു. ഹതാശനായി അദ്ദേഹം ഫോൺ ക്രാഡിലേക്ക് തന്നെ വെച്ച് മീനാക്ഷിയെ ആർദ്രമായി ഒന്ന് നോക്കി. തലയും കുനിച്ചിരിക്കുന്ന അവളുടെ നെറുകയിൽ തലോടി ആ മുഖം അദ്ദേഹം പിടിച്ചുയർത്തി. മീനാക്ഷിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അപ്പോൾ. എന്താ മോളെ, നിനക്ക് എന്തു പറ്റി? എന്താണേലും മുത്തച്ഛനോട് പറയ്. നീ കണ്ടതല്ലേ മുത്തച്ഛൻ ട്രൈ ചെയ്യുന്നത്. ഒറ്റ കോളും ലഭിക്കുന്നില്ല. ഇനി ആരെയും വിളിക്കണ്ട മുത്തച്ഛ, അത് സംഭവിച്ചു കഴിഞ്ഞു, മീനാക്ഷി പറഞ്ഞു. അവൾ പറഞ്ഞതിൻ്റെ പൊരുൾ ആർക്കും പിടികിട്ടിയില്ല. അവൾ പിന്നെ മുറിയിൽ നിന്നുമില്ല. കണ്ണും തുടച്ച് തലയും കുനിച്ച് തൻ്റെ മുറിയിലേക്ക് നേരെ നടന്നു. അവൾ പറഞ്ഞ വാക്കുകളുടെ അർത്ഥമറിയാൻ പിന്നെയും 4-5 മണിക്കൂർ കൂടി വേണമായിരുന്നു. നേരം പുലരും മുൻപേ വീട്ടുമുറ്റത്തെത്തിയ പത്രങ്ങളിലെ പ്രധാന വാർത്ത അതായിരുന്നു. മന്ത്രി നാരായണ മേനോൻ ഒരു കാർ അപകടത്തിൽപ്പെട്ട് പരിക്കുകളോടെ ആശുപത്രിയിൽ കഴിയുന്നു. പത്രത്തിലെ വാർത്ത പൂർണ്ണമായി വായിക്കാൻ പോലും ത്രാണിയില്ലാതെ ഗോവിന്ദമേനോൻ മിഴിച്ചു നിന്നു. ഗുരുതരമാണ് മന്ത്രിയുടെ പരുക്ക്. അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണത്രേ. മരണവക്രത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ആശുപത്രി കിടക്കയിൽ മാസങ്ങളോളം കിടക്കേണ്ടി വരുമെന്ന് മാത്രം. പത്രവുമായി ഗോവിന്ദമേനോൻ മീനാക്ഷിയുടെ മുറിവാതിൽക്കലെത്തി. അവൾ ഉറങ്ങുകയായിരുന്നു. അവളെ അദ്ദേഹം വിളിച്ചെഴുന്നേൽപ്പിച്ചു. ഗോവിന്ദമേനോൻ പത്രം അവൾക്കു നേരെ നീട്ടി. വാർത്തയിലൊന്ന് കണ്ണോടിച്ച ശേഷം അവൾ വിഷാദം പൂണ്ട ഒരു ചിരി ചിരിച്ചു. എനിക്കറിയാമായിരുന്നു. ആ കാർ ലോറിയുമായി കൂട്ടിയിടിക്കുന്നത് ഞാൻ കണ്ടു. അദ്ദേഹം കൊച്ചിയിൽ നിന്ന് യാത്ര പുറപ്പെടുമ്പോൾ മുതൽ ഞാനത് കാണുന്നുണ്ടായിരുന്നു. തുടക്കം മുതൽ അദ്ദേഹത്തിന് അപകട സൂചന ലഭിച്ചതാണ്. പാലം കഴിയും മുൻപേ വെട്ടിപ്പാളിയ കാർ നടപ്പാതയിലേക്ക് കയറാൻ തുടങ്ങിയിരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണപ്പോൾ. അല്ലെങ്കിൽ കൈവരികളിൽ ഇടിച്ച് കൈവരികൾ തകർത്ത് ആ കാർ. മീനാക്ഷി ഒരു ദീർഘനിശ്വാസം ഉതിർത്തു. ആ നേരത്ത് വിവരം അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തെ ഈ അപകടത്തിൽ പെടാതെ രക്ഷിക്കാൻ നമുക്ക് കഴിയുമായിരുന്നേനെ, ഗോവിന്ദമേനോൻ ഖിന്നതയോടെ പറഞ്ഞു. മീനാക്ഷി തല കുനിച്ചതേയുള്ളൂ. പിന്നെ ദിവസങ്ങളോളം മന്ത്രി നാരായണമേനോന്റെ അപകടത്തെക്കുറിച്ച് തന്നെയായിരുന്നു പത്രങ്ങളിലെ വാർത്തകളിൽ പലതും. ആശുപത്രിയിൽ കിടക്കുന്ന നാരായണമേനോനെ കാണാൻ ഗോവിന്ദമേനോനും പോയി. വെണ്ടുരുത്തിയിൽ വെച്ച് അപകടസൂചന ഉണ്ടായതിനെക്കുറിച്ച് ഗോവിന്ദമേനോൻ തിരക്കി. ഗോവിന്ദമേനോൻ ഇക്കാര്യം എങ്ങനെ അറിഞ്ഞു എന്ന ചോദ്യമായിരുന്നു നാരായണമേനോന്റെ മുഖത്ത്. ഒക്കെ വിശദമായി പിന്നീട് ഒരിക്കൽ പറയാം. ഇപ്പോൾ സംസാരിക്കേണ്ട, വിശ്രമിക്കൂ. ഓർമ്മ വെച്ചതിൽ പിന്നെ വിശ്രമം എന്തെന്നറിയാത്ത ഓട്ടമായിരുന്നില്ലേ അങ്ങ്? 1-2 ആഴ്ച വിശ്രമിക്കാൻ ഈശ്വരൻ കൽപ്പിച്ചു നൽകിയ അവധിയായിരിക്കും ഇത്. മന്ത്രി നാരായണമേനോൻ ചിരിച്ചു. നാരായണമേനോൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ കാലത്ത് തുടങ്ങിയ ബന്ധമാണ് ഗോവിന്ദമേനോനുമായി. അദ്ദേഹത്തിൻ്റെ വളർച്ചയുടെ ഓരോ പടിയും കണ്ടിട്ടുള്ള ആളാണ് ഗോവിന്ദമേനോൻ. ജനനേതാവാകുന്നത്, ജനപ്രതിനിധിയാകുന്നത്, ഭരണാധികാരിയാകുന്നത്, ആശ്രിത വത്സനാണ് നാരായണമേനോൻ. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ മറ്റാരേക്കാളും ഗോവിന്ദമേനോൻ്റെ വാക്കുകൾക്ക് വില കൽപ്പിച്ചിരുന്നു നാരായണമേനോൻ. കുറേയേറെ നേരം അദ്ദേഹത്തിനരികിൽ ചെലവഴിച്ചിട്ടാണ് ഗോവിന്ദമേനോൻ തിരിച്ചു പോന്നത്. അപ്പോൾ അദ്ദേഹത്തിന് മറ്റൊരു വിസ്മയം കാത്തിരിക്കുകയായിരുന്നു തറവാട്ടിൽ. ഓരോ ദിവസവും ഇന്നിപ്പോൾ ഉത്കണ്ഠയുടേതായിരിക്കുന്നു. എല്ലാറ്റിലും നായിക മീനാക്ഷി തന്നെ. അവളുടെ ഭാവിക്ക് അത് ഗുണകരമാകുമോ ദോഷകരമാകുമോ എന്ന് ഇനിയും തീരുമാനിക്കാറായിട്ടില്ല.
ഏതായാലും ദിവാകര പണിക്കരെ ഒരിക്കൽ കൂടി കാണണമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഗോവിന്ദമേനോൻ. 6 മാസം മുൻപ് അത്യാവശ്യമെങ്കിൽ അവിടേക്ക് ചെല്ലണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നുവല്ലോ. ഇവിടെ വന്നിറങ്ങുമ്പോൾ അഭിമുഖീകരിക്കേണ്ടി വന്ന പ്രശ്നം അറിഞ്ഞപ്പോൾ ഒരു കണക്കിന് മീനാക്ഷിക്കിത് ഒരനുഗ്രഹമല്ലേ എന്ന് തോന്നിപ്പോകുന്നു. ഒരു തീരുമാനമെടുക്കാനാവാതെ ഗോവിന്ദമേനോൻ കുഴങ്ങി. അന്നു രാവിലെ പത്രം വന്നപ്പോൾ മുതൽ മീനാക്ഷി അതുമായി ഇരിക്കാൻ തുടങ്ങിയതാണ്. അമ്മ കൊണ്ടുവന്ന് വെച്ച കാപ്പിയെടുത്ത് കുടിക്കാൻ പോലും മറന്നുള്ള അവളുടെ ആ ഇരിപ്പ് പതിവുള്ളതായിരുന്നില്ല. ഏത് പത്രമായാലും ഒന്ന് ഓടിച്ചു മറിച്ച് നോക്കിയിട്ട് ടീപ്പോയിലേക്കിട്ടിട്ട് എണീറ്റു പോകുന്നതിലപ്പുറം പത്രപാരായണവുമായി മീനാക്ഷിക്ക് അത്ര വലിയ ബന്ധമൊന്നുമില്ല. ഇന്നെന്താടി കാര്യമായൊരു വായന? നിനക്കിഷ്ടമുള്ള എന്ത് ആനക്കഥയാ അതിൽ അച്ചടിച്ചിട്ടുള്ളത്? ജയലക്ഷ്മി അത്ഭുതത്തോടെ തന്നെയായിരുന്നു ചോദിച്ചത്. മീനാക്ഷിയുടേതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായൊരു പാരായണശീലമാണ് അവൾക്കുള്ളത്. പത്രമെന്നല്ല, അച്ചടിച്ചു കയ്യിൽ കിട്ടുന്നതെന്തായാലും വായിച്ചു തീർക്കും. നല്ലൊരു പുസ്തകം ലഭിച്ചാൽ അന്ന് പിന്നെ ജയലക്ഷ്മിയെ മുറുക്കി പുറത്തേക്ക് കാണുക പോലുമില്ല. കയ്യിൽ കിട്ടിയത് വായിച്ചു തീരാതെ ഇരുന്നിടത്ത് നിന്ന് അവൾ എണീക്കുന്ന പ്രശ്നമില്ല. പത്രം വന്നിട്ട് ഈ നേരമായിട്ടും അതൊന്നും നോക്കാൻ പറ്റാത്ത അസ്വസ്ഥതയായിരുന്നു ജയലക്ഷ്മിക്ക്. അതെങ്ങനെ? അത് കിട്ടിയ നിമിഷം മുതൽ കയ്യിൽ തുറന്നു വെച്ചുകൊണ്ട് ഒറ്റയിരുപ്പല്ലേ അവൾ? ജയലക്ഷ്മിയുടെ ചോദ്യം മീനാക്ഷി കേട്ടതായി തോന്നിയില്ല. അപ്പോഴും കണ്ണുകൾ കുരുങ്ങിക്കിടക്കുന്ന വാർത്തയിൽ നിന്ന് കണ്ണു പറിക്കാൻ അവൾക്കായില്ല. ഇത്തിരി വിപുലമായൊരു വാർത്തയിലും ചിത്രത്തിലുമായിരുന്നു മീനാക്ഷി ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അവളുടെ കണ്ണിൽ അന്നത്തെ പത്രത്തിൽ ആ ഒരു വാർത്ത മാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് തോന്നും. ഇതെന്താ നീ ഇത്ര കാര്യമായി കാണുന്നത്? ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ജയലക്ഷ്മി മീനാക്ഷിയുടെ പിന്നിലെത്തി ശ്രദ്ധിച്ചു. അത്ര രസമുള്ളൊരു വാർത്തയിലായിരുന്നില്ല മീനാക്ഷിയുടെ കണ്ണുകൾ. പക്ഷേ കുറേ നടുക്കങ്ങൾ ഉണ്ടാക്കുന്നതും അതിലേറെ സഹാനുഭൂതി അർഹിക്കുന്നതുമായ ഒരു വാർത്തയായിരുന്നു താനും. അടുത്ത നാട്ടിലെ സംഭവമാണ്. തലേന്ന് സംഭവിച്ചതുമാണ്. ജയലക്ഷ്മിയുടെ കയ്യിലേക്ക് പത്രം കൊടുത്തിട്ട് മീനാക്ഷി നിശബ്ദമായി ജാലക പിന്നിലേക്ക് ചെന്നു നിന്നു. അവളുടെ മുഖം വല്ലാതെ ഇരുണ്ടിരിക്കുന്നു. ഇപ്പോൾ കരഞ്ഞു പോകുമെന്നൊരു ഭാവമായിരുന്നു അവൾക്ക്. ജയലക്ഷ്മിയുടെ കണ്ണുകളിൽ ആ വാർത്ത തന്നെയാണ് ആദ്യം പെട്ടത്. ദാരുണമായൊരു കൊലപാതക വാർത്തയായിരുന്നു അത്. 4 മാസം ഗർഭിണിയായിരുന്നൊരു യുവതിയുടെ അസാധാരണമായ ഒരു കൊലപാതക വാർത്ത. തങ്ങളുടെ അടുത്ത സ്ഥലത്ത് നടന്നുവെന്നതിനാണോ മീനാക്ഷി പ്രാധാന്യം കൊടുത്തതെന്നറിയില്ല. വാർത്ത ഒന്നിച്ച് 2 ചിത്രങ്ങളും കൊടുത്തിരുന്നു. ഒന്ന് കൊല്ലപ്പെട്ട യുവതിയുടെ, മറ്റൊന്ന് മരിച്ചു കിടക്കുന്ന ആ യുവതിയെ നിലവിളിയോടെ കെട്ടിപ്പുണരുന്ന അവളുടെ ഭർത്താവിൻ്റെ. അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമേ ആയിരുന്നുള്ളൂ. ഒരു വാടക വീട്ടിലായിരുന്നു അവരിരുവരും താമസം. ആരു കണ്ടാലും ഒരിക്കൽ കൂടി നോക്കിപ്പോകുന്ന ഭംഗിയായിരുന്നു ആ യുവതിക്ക്. ഫാത്തിമയെ ഞാൻ അറിയും കൊച്ചേച്ചി. എൻ്റെ കൂടെ പഠിക്കുന്ന സെൽമയുടെ ചേച്ചിയാണ്. സെൽമയെ കാണാൻ വരാറുണ്ടായിരുന്നപ്പോൾ സ്കൂളിൽ വെച്ച് പലപ്പോഴും ഞാൻ അവരെ കണ്ടിട്ടുണ്ട്. അവളെ ചേട്ടൻ സ്നേഹിച്ചു കല്യാണം കഴിച്ചതാണത്രേ. അയാളൊരു സ്റ്റേഷനറി കട നടത്തുകയാണ് നഗരത്തിൽ. ഒരിക്കൽ സെൽമയുടെ ചേട്ടനും ചേച്ചിയും കൂടിയാണ് അവളെ കാണാൻ സ്കൂളിൽ വന്നിരുന്നത്. അർഷാദങ്കൾ നല്ലൊരു മനുഷ്യനാണെന്ന് എനിക്ക് അന്നേ തോന്നി. ആ പാവം എത്ര ദുഃഖം അനുഭവിക്കുന്നുണ്ടാവണം. മീനാക്ഷി ജയലക്ഷ്മിയുടെ സമീപത്തേക്ക് വന്നു. ഓ, അപ്പോൾ അതാണു കാര്യം. ജയലക്ഷ്മിക്ക് ആശ്വാസമായി. കൂട്ടുകാരിയുടെ ചേച്ചിയുടെ മരണവാർത്ത അവളെ അസ്വസ്ഥയാക്കിയതാണ്. ജയലക്ഷ്മി വാർത്തയിലേക്ക് തിരിഞ്ഞു. തികച്ചും അസ്വാഭാവികമായ ഒരു കൊലപാതകമായിരുന്നു അത്. പോലീസിന് പോലും ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ലത്രേ. പോലീസ് നായ എത്തിയെങ്കിലും വീടിനു ചുറ്റും ഒട്ടേറെ ഓടി. യാതൊരു തെളിവും കണ്ടെത്താൻ കഴിയാതെ മടങ്ങുകയായിരുന്നു. രാത്രി പതിവ് പോലെ കടയടച്ച് നഗരത്തിൽ നിന്ന് വീട്ടിലെത്തിയപ്പോഴാണത്രേ അർഷാദ് ആ ദുരന്തത്തെക്കുറിച്ച് അറിയുന്നത്. അയാളുടെ അലമുറ കേട്ടാണ് അയൽക്കാർ പോലും അങ്ങോട്ട് ശ്രദ്ധിച്ചതും ഓടിച്ചെന്നതും. അവരുടെ മുന്നിൽ നടുക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. വീടിൻ്റെ മുറ്റത്ത് അർദ്ധനഗ്നയായി ഫാത്തിമ കിടക്കുന്നു.
മരിച്ചു മരവിച്ച് എന്തോ കണ്ടു ഭയന്ന മട്ടിൽ കണ്ണുകൾ തുറിച്ച്. അവളുടെ ശരീരത്ത് അനവധി പോറലുകൾ ഉണ്ടായിരുന്നു. ചുണ്ടുകൾ പൊട്ടി ചോര കറുത്ത് കട്ട പിടിച്ചു കിടന്നിരുന്നു. ഫാത്തിമയെ ആരോ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതാണ്. അവിടെ അങ്ങനെയൊരു സംഭവം നടന്നുവെന്ന് തൊട്ട അയൽപ്പക്കത്തുള്ളവർ പോലും അറിഞ്ഞില്ല എന്നതാണ് അത്ഭുതം. ഒരു നിലവിളി പോലും കേൾക്കുകയുണ്ടായില്ല. സംശയാസ്പദമായി ആരും അവിടേക്കൊന്ന് പോകുന്നത് കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു? എപ്പോഴായിരുന്നു സംഭവം? ഓടിയെത്തിയവർ സ്തംഭിച്ചു നിൽക്കുക മാത്രം ചെയ്തു. തോമസിന്റെ നിലവിളി കേട്ടു നിൽക്കാൻ കഴിയുമായിരുന്നില്ല. കല്യാണം കഴിഞ്ഞ് 1 മാസം തികയും മുൻപേ താമസിക്കാൻ എത്തിയതായിരുന്നു അവരവിടെ. സ്നേഹപൂർവ്വം വർത്തിക്കുന്ന ഒരു മാതൃകാ കുടുംബമെന്നതിലപ്പുറം അവരെക്കുറിച്ച് ആർക്കും മറിച്ചൊരഭിപ്രായം ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അവർക്ക് ഈ ദുരന്തം എങ്ങനെ സംഭവിച്ചു? അതും രാത്രി വളരെയൊന്നും ആയിട്ടില്ലാത്ത നേരത്ത്. എത്രയൊക്കെ തിരക്കുകൾ ഉണ്ടെങ്കിലും 10 മണിക്ക് മുൻപേ അർഷാദ് പതിവായി എത്താറുള്ളതാണ്. ഏതാണ്ട് 8 മണിയോടടുത്തു തന്നെ കൃത്യം നടന്നിരിക്കാമെന്നാണ് പോലീസിന്റെ ഭാഷ്യം. ഏതെങ്കിലും കവർച്ചക്കാരാണ് കടന്നു കയറിയതെന്ന് വിശ്വസിക്കാനാവില്ല. അത്തരം ശല്യങ്ങൾ ഉണ്ടാകാറില്ലാത്ത ഒരു ഗ്രാമമാണത്. പണത്തിന്റെ പൊങ്ങച്ചക്കാർ തുലവും കുറവുള്ള ഇടത്തട്ടുകാരുടെ ഗ്രാമം. ഇനി വല്ല കള്ളനും കയറിയാൽ തന്നെ അതൊരിക്കലും ഒരു കൊലപാതകത്തിൽ കലാശിച്ചിട്ടുമില്ല. അർഷാദിന്റെ വീട്ടിൽ നിന്ന് കെട്ടിപ്പെറുക്കിക്കൊണ്ടു പോകാൻ ഒരുപാടൊന്നുമില്ലെന്ന് തീർച്ച. വിവാഹത്തിനു ശേഷമാണ് അയാൾ കട ചെറുതായൊന്ന് വിപുലപ്പെടുത്തിയത്. പച്ച പിടിച്ചു വരുന്നതേയുള്ളൂ. അല്ലലില്ലാതെ ജീവിക്കാമെന്നല്ലാതെ ആർഭാടമായി ജീവിക്കാനുള്ള അവസരം തൽക്കാലം ഉണ്ടായിരുന്നില്ല. ഫാത്തിമയെക്കുറിച്ച് നല്ലതല്ലാതെ പറയാനൊന്നുമില്ല. അച്ചടക്കത്തോടെ അയൽക്കാരോടൊക്കെ വളരെ സ്നേഹമായി ഇടപഴകുന്ന സ്വഭാവമായിരുന്നു അവളുടേത്. അവളെ പരിചയമുള്ളവരൊക്കെ തേങ്ങിക്കരഞ്ഞു. പോലീസിന്റെ പരിശോധനയിൽ വീടിനുള്ളിൽ ഒരു കവർച്ചാശ്രമം നടന്നിട്ടില്ലെന്ന് ബോധ്യമായി. അപ്പോൾ പിന്നെ കൊലപാതകം മാത്രമായിരുന്നു ആക്രമിയുടെ ഉദ്ദേശം. അനവധി ദിവസങ്ങളിൽ ഫാത്തിമ വധക്കേസിനെ കുറിച്ച് പത്രങ്ങളിൽ വാർത്തകൾ ഉണ്ടായിരുന്നു. പൊടിപ്പും തൊങ്ങലും വെച്ചെഴുതിയ നിഗമനങ്ങൾ, ഊഹാപോഹങ്ങൾ, സാധ്യതകൾ, സംശയങ്ങൾ. ഗ്രാമത്തിൽ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും ചെയ്തു. പോലീസിന്റെ എല്ലാ അന്വേഷണങ്ങളും വഴിമുട്ടിയിരിക്കുകയാണ്. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ സംഭവസ്ഥലം സന്ദർശിച്ച് തെളിവെടുപ്പ് നടത്തി. അയൽക്കാരെ ചോദ്യം ചെയ്തു. ചിലരെ സ്റ്റേഷനിലേക്ക് വിളിച്ച് ചോദ്യം ചെയ്തു. സംശയത്തക്കതായി യാതൊരു തെളിവുകളും ഒരു വാക്കിൽ നിന്നുപോലും വീണുകിട്ടിയില്ല. അർഷാദ് പോലീസ് ഉദ്യോഗസ്ഥരുടെയൊക്കെ മുന്നിൽ കരഞ്ഞു വിളിച്ച് ഓടി നടന്നു. ഫാത്തിമ എൻ്റെ ജീവനായിരുന്നു സാർ. അവളായിരുന്നു എൻ്റെ എല്ലാ ഐശ്വര്യവും. അവളെ നശിപ്പിച്ചവരാരായിരുന്നാലും അവരെ വെറുതെ വിടരുത്. എനിക്കുള്ളതെല്ലാം അതിനുവേണ്ടി ചെലവാക്കാനും തയ്യാറാണ് സർ. ആ മനുഷ്യന്റെ നിലവിളിക്ക് മുന്നിൽ ആശ്വാസമായൊരു ചെറുവാക്കുപോലും പറയാനാകാതെ പോലീസ് ഉദ്യോഗസ്ഥർ വിഷമിച്ചു. എത്രയും പെട്ടെന്ന് പ്രതിയെ പിടികൂടണമെന്ന് ഉറപ്പു നൽകാൻ മാത്രമേ അവർക്കാകുമായിരുന്നുള്ളൂ. അങ്ങനെ ഉറപ്പു നൽകുമ്പോൾ പോലും അന്വേഷണത്തെക്കുറിച്ച് ആശങ്കയുണ്ടായിരുന്നു അവർക്ക്. ഇതുപോലെ കുഴക്കിയിട്ടുള്ള കേസുകൾ അപൂർവമാണ്. കാലം വല്ലാത്തതായതുകൊണ്ട് അർഷാദിനെ കുറിച്ചുപോലും പോലീസ് തിരക്കി. രാത്രി 9 വരെ അയാൾ കടയിൽ ഉണ്ടായിരുന്നു. അന്നത്തെ ദിവസം അയാൾ പുറത്തേക്കെങ്ങും പോയിട്ട് പോലുമില്ല. ഇനി അന്വേഷിക്കാനൊന്നുമില്ല. അസ്വാഭാവിക മരണമായി എഴുതി അപൂർണമായി ഫയൽ മാറ്റിവെക്കുകയെന്നല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല. അത് ചെയ്യാൻ ആക്ഷൻ കൗൺസിൽ അനുവദിക്കുകയുമില്ല. പുലിവാലി പിടിച്ചതുപോലെയായി അന്വേഷണ ഉദ്യോഗസ്ഥർ. ഫാത്തിമയുടെ ശവസംസ്കാര ചടങ്ങിന് മീനാക്ഷിയും പോയിരുന്നു. അച്ഛനെയും മുത്തച്ഛനെയും നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു അവൾ. കൂട്ടുകാരിയുടെ ചേച്ചിയാണെന്നും തനിക്കൊന്ന് കണ്ടേ തീരുമെന്നുമുള്ള അവളുടെ പിടിവാശിക്ക് മുന്നിൽ ഗോവിന്ദമേനോൻ കീഴടങ്ങുക തന്നെ ചെയ്തു. ശവമഞ്ചം ഖബറിടത്തിലേക്ക് എടുക്കും മുൻപേ ആ വീട്ടിലെത്തിയ മീനാക്ഷി സെൽമയുടെ തോളിൽ പിടിച്ച് ആശ്വസിപ്പിച്ചു. അലമുറയിടുന്ന അർഷാദ് അങ്കിളിനെ കണ്ടപ്പോൾ മീനാക്ഷി വല്ലാതായി. ഫാത്തിമയുടെ ജഡത്തിനു നേരെ കണ്ണിമ അനക്കാതെ അവൾ നോക്കി നിന്നത് ഗോവിന്ദമേനോൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു.
മീനാക്ഷിയുടെ ഈ വരവിന് പിന്നിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടാകാതെ വരില്ലെന്ന് അദ്ദേഹത്തിന് നിശ്ചയമുണ്ടായിരുന്നു. തിരിച്ചു പോരുമ്പോൾ അവളോട് അതേപ്പറ്റി തമാശ മട്ടിൽ ചോദിക്കുകയും ചെയ്തു. ഒന്നുമില്ല മുത്തച്ഛ, സെൽമയുടെ ചേച്ചിയല്ലേ. സെൽമ എൻ്റെ അടുത്ത സ്നേഹിതയല്ലേ. അവളുടെ ചേച്ചി എനിക്ക് എൻ്റെ ചേച്ചിയെപ്പോലെ തന്നെയാണ്. അവൾക്കുണ്ടാകുന്ന ദുഃഖം എനിക്കെൻ്റെ ദുഃഖം പോലെയാണ്. ഏതായാലും വല്ലാത്തൊരു ദുരന്തമായിപ്പോയി. ഇത് ചെയ്തത് ആരായിരുന്നാലും അവനെ വെറുതെ വിടരുത്. അവൾ രോഷാകുലയായി. ഗോവിന്ദമേനോൻ ചിരിച്ചു. കൂടുതലൊന്നും അപ്പോൾ അദ്ദേഹം ചോദിച്ചില്ല. മീനാക്ഷി പറഞ്ഞുമില്ല. പോലീസുകാർ വരെ തെളിവുകളൊന്നും കിട്ടാതെ പരക്കം പായുന്നതിനിടയിൽ ആ ഫയൽ ഒതുങ്ങിപ്പോവുകയേ ഉള്ളൂവെന്ന് മുത്തച്ഛൻ്റെ നിഗമനം കൂടി അറിഞ്ഞപ്പോൾ മീനാക്ഷി നടുങ്ങി ഉണർന്നു. മുത്തച്ഛ, മുത്തച്ഛൻ്റെ പരിചയക്കാരനല്ലേ ആ കേസ് അന്വേഷിക്കുന്ന സർക്കിൾ ഇൻസ്പെക്ടർ? അയാളോടൊന്ന് ഇവിടം വരെ വരാൻ പറയാമോ? അല്ലെങ്കിൽ അയാളെ നമുക്കൊന്ന് പോയി കാണാൻ കഴിയുമോ? എന്തിനാ മോളെ? ഗോവിന്ദമേനോൻ പരുങ്ങി. കാര്യമില്ലാതെ സർക്കിൾ ഇൻസ്പെക്ടറെയും മറ്റും വിളിച്ചു വരുത്തുകയെന്ന് വെച്ചാൽ ശരിയായ നടപടിയല്ലത്. ഒരു തടസ്സവും പറയരുത് മുത്തച്ഛൻ. അയാൾക്ക് കൂടി ഗുണമുള്ള ഒരു കാര്യത്തിനെ വിളിച്ചു വരുത്തുന്നത്. വേഗമൊന്ന് വരാൻ പറയ്. എനിക്ക് അദ്ദേഹത്തെ കാണണം. അപ്പോഴും ഗോവിന്ദമേനോൻ ശങ്കിച്ചു. മീനാക്ഷിയുടെ മുഖം ചുവന്നു. അവളുടെ ഭാവം മാറുകയാണെന്ന് അദ്ദേഹം അറിഞ്ഞു. അത് വേണോ മോളെ? അദ്ദേഹം മയത്തിലാണ് ചോദിച്ചത്. വേണം. സെൽമയുടെ ചേച്ചി ഫാത്തിമയെ കൊലപ്പെടുത്തിയതാരാണെന്ന് എനിക്കറിയാം. അത് പറയാനാ. മീനാക്ഷിയുടെ ശബ്ദം മാറുകയാണ്.